നമ്മുടെ ജീവിതം കൂടുതൽ സുഗന്ധപൂരിതമാകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. ഇനി എങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുഗന്ധം നിറഞ്ഞതാക്കി മാറ്റാം എന്നതിന് ഏതാനും ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, റോഡിൽ കൂടി സുരക്ഷിതമായി നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിന് ഡ്രൈവിംഗ് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് ട്രാഫിക് റൂൾസ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗതാഗത നിയമങ്ങൾ അറിയുകയും അവ പാലിക്കുകയും ചെയ്ത് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ മാത്രമാണ് നമുക്കും സുരക്ഷിതനായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അപകടമുണ്ടാകാതിരിക്കുന്നതിനും കാരണമാകുന്നത്. ഇതേപോലെ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെയും നമുക്ക് ചില ഗതാഗത നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കർമ്മ നിയമം. കർമ്മ നിയമത്തിൽ പറയുന്നത് ഇതാണ്: എന്താണോ നമ്മളിൽ നിന്നും ഈ സൃഷ്ടിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്, അത് ചിന്തകളുടെ രൂപത്തിലാകട്ടെ, വാക്കുകളുടെ രൂപത്തിലാകട്ടെ, പ്രവൃത്തികളുടെ രൂപത്തിലാകട്ടെ, പെരുമാറ്റത്തിൻ്റെയും പ്രതികരണങ്ങളുടെയും രൂപത്തിലാകട്ടെ, നമ്മളിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്ക് എന്താണോ പോകുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. അത് തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. ഇതാണ് കർമ്മനിയമം പറയുന്നത്. കർമ്മനിയമത്തെക്കുറിച്ച് രാമായണത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. കർമ്മനിയമത്തെക്കുറിച്ച് ബൈബിളിലും പറയുന്നുണ്ട്. വിതച്ചാൽ കൊയ്യും. എന്ത് വിത്താണോ, ഏത് തരത്തിലുള്ള വിത്താണോ നമ്മൾ വിതയ്ക്കുന്നത്, അതിനനുസൃതമായ ഫലമായിരിക്കും നമുക്ക് കൊയ്തെടുക്കേണ്ടി വരിക. ഖുറാനിലും കർമ്മനിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സയൻസിലും പറയുന്നു. ന്യൂട്ടന്റെ 3-ാം ചലന നിയമത്തിൽ ഏത് പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിൽ നിന്നും എന്താണോ സൃഷ്ടിയിലേക്ക് പോകുന്നത്, പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്, അത് തന്നെയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ജീവിത നിയമമാണ് കർമ്മനിയമം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എൻ്റെ തന്നെ കർമ്മഫലങ്ങളാണ്. അതായത് ഈ നിമിഷം എനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും എന്താണോ ലഭിക്കുന്നത്, അതാരിൽ നിന്നായിക്കോട്ടെ, മനുഷ്യരിൽ നിന്നായിക്കോട്ടെ, ജീവജാലങ്ങളിൽ നിന്നായിക്കോട്ടെ, പ്രകൃതിയിൽ നിന്നായിക്കോട്ടെ, എന്താണോ ഈ ലോകത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത്, അത് എൻ്റെ തന്നെ പൂർവകാല കർമ്മഫലങ്ങളാണ്. അത് ജയമാകാം, പരാജയമാകാം, നിന്ദയാകാം, സ്തുതിയാകാം, തോൽവിയാകാം, ജയമാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ, സുഖമാകാം, ദുഃഖമാകാം, ചൂടാകാം, തണുപ്പാകാം, എന്ത് എനിക്ക് ഈ ലോകത്തിൽ നിന്നും ലഭിക്കുന്നുവോ അത് എൻ്റെ തന്നെ പൂർവകാല കർമ്മഫലങ്ങളാണ്. പൂർവകാലം എന്നത് ഉദ്ദേശിക്കുന്നത് ഈ നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെ ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്ക് ലഭിക്കുന്നത്. ഈ കർമ്മനിയമത്തെക്കുറിച്ചിട്ടുള്ള അറിവ് ലഭിച്ചപ്പോഴാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായി മാറിയത്. ഏതൊരു വ്യക്തിക്കും സ്വന്തം കർമ്മഫലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ കർമ്മത്തെ ശ്രദ്ധിക്കുവാനും തിരുത്തുവാനും തോന്നുകയുള്ളൂ. ആളുകളെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്ന്, ദേവതകൾ. ഏത് സാഹചര്യത്തിലും പോസിറ്റീവായി മാത്രം പ്രതികരിക്കുന്നവർ. 2,
മനുഷ്യർ ചില സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കും. അതായത് അനുകൂല സാഹചര്യങ്ങളിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കും, പ്രതികൂല സാഹചര്യങ്ങളിൽ നെഗറ്റീവായിട്ട് പ്രതികരിക്കും. അവരാണ് മനുഷ്യർ. ഇനി മറ്റൊന്ന് അസുരന്മാർ. അവർക്ക് ഏത് സാഹചര്യങ്ങളിലും നെഗറ്റീവായിട്ട് മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിൽ നിന്നും വാക്കുകളുടെ രൂപത്തിലും പ്രവൃത്തികളുടെ രൂപത്തിലും പ്രതികരണങ്ങളുടെ രൂപത്തിലും പെരുമാറ്റത്തിന്റെ രൂപത്തിലും ഈ ലോകത്തിലേക്ക് എന്തു പോകുന്നുവോ അതെല്ലാം തന്നെ നമ്മുടെ ചിന്തകളുടെ, നമ്മുടെ മനോഭാവത്തിന്റെ ഫലങ്ങളാണ്. നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് പല രൂപത്തിൽ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മകളാണുള്ളതെങ്കിൽ, നല്ല ചിന്തകളാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോവുക. അതിന്റെ ഫലമായിട്ട് പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുക. സുഗന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മകളാണ്. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ തിന്മകളും ആസുരികമായിട്ടുള്ള സ്വഭാവ സംസ്കാരങ്ങൾ. അപ്പോൾ സുഗന്ധം എവിടെയുണ്ടോ അവിടേക്കേ ആളുകൾ അടുക്കുകയുള്ളൂ. ദുർഗന്ധമുള്ളിടത്ത് നിന്നും ആളുകൾ അകന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഏത് പദവിയിലിരിക്കുന്നവരായിക്കോട്ടെ, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പദവികളെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആളുകൾ നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. പക്ഷേ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ സുഗന്ധമുള്ളവരായേ പറ്റൂ, മൂല്യങ്ങളുള്ളവരായേ പറ്റൂ, നന്മകൾ നിറഞ്ഞവരായേ പറ്റൂ. നമ്മുടെ നന്മകളാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം നൽകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത്, സ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കിട്ടാവുന്ന സ്ഥാനമാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ നമ്മൾ മൂല്യങ്ങൾ നിറഞ്ഞവരായിട്ട് മാറണം. നമ്മളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും അതേപോലെ പ്രതികരണങ്ങളും ഏത് സാഹചര്യത്തിലും പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും നമ്മളിൽ നിന്നും നന്മകൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ കർമ്മ നിയമത്തെ കൂടുതൽ മനസ്സിലാക്കിയേ പറ്റൂ. അതേപോലെ തന്നെ വിപരീത സാഹചര്യങ്ങളിലും പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നതിനാവശ്യമായ മാനസികമായ പരിശീലനവും നമ്മൾ നേടേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സുഗന്ധപൂരിതമാകണോ എന്ന് ചോദിച്ചാൽ ആകണം. മാത്രമല്ല, എങ്ങനെ ആകണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കർമ്മ നിയമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വെറുതെ കേട്ടു പോവുകയല്ല, പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കർമ്മത്തിലും നമ്മൾ പാലിക്കേണ്ട മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും വേണം. മനസ്സിന് അതിനനുസൃതമായ പരിശീലനം നൽകുകയും വേണം.